1993 മോഹൻലാലിൻ്റെതായി റിലീസ് ചെയ്തത് 8 ചിത്രങ്ങളാണ്. മോഹൻലാലിൻ്റെ നിർമ്മാണത്തിൽ വലിയ താരനിരയിൽ തിയേറ്ററിലെത്തിയ പ്രിയദർശൻ്റെ കുടുംബചിത്രം മിഥുനം പ്രതീക്ഷിച്ച വിജയം നേടിയില്ലെങ്കിലും ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്തു. രഞ്ജിത്തിൻ്റെ തിരക്കഥയിൽ IV ശശി സംവിധാനം ചെയ്ത ദേവാസുരം ആ വർഷത്തെ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായി. മംഗലശ്ശേരി നീലകണ്ഠൻ്റെ പിറവിക്ക് കാരണമായ ദേവാസുരം മോഹൻലാലിൻ്റെ എക്കാലത്തെയും മികച്ച സിനിമകളിലൊന്നാണ്. രാജീവ് അഞ്ചലിൻ്റെ ബട്ടർഫ്ലൈസ് ആ വർഷത്തെ സൂപ്പർ ഹിറ്റ് ചിത്രമായി. രഞ്ജിത്തിൻ്റെ തിരക്കഥയിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത് മോഹൻലാൽ ഇരട്ട വേഷത്തിലെത്തിയ മായാമയൂരം വലിയ താരനിരയുടെ പിന്തുണയുണ്ടായിട്ടും തിയേറ്ററിൽ വലിയ പരാജയമായി. സംഗീത് ശിവൻ സംവിധാനം ചെയ്ത ഗാന്ധർവമായിരുന്നു 93 മോഹൻലാലിൻ്റെ മറ്റൊരു ചിത്രം. സിനിമ തിയേറ്ററിൽ വിജയം നേടിയെടുത്തു. കിരീടത്തിൻ്റെ രണ്ടാം ഭാഗമായ ചെങ്കോലായിരുന്നു അടുത്ത ചിത്രം. ലോഹിതദാസിൻ്റെ തിരക്കഥയിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത സിനിമ കിരീടത്തെ പോലെ വലിയ വിജയമായില്ലെങ്കിലും തിയേറ്ററിൽ ഹിറ്റ് സ്റ്റാറ്റസ് നേടി. വേണു നാഗവള്ളി സംവിധാനം ചെയ്ത കളിപ്പാട്ടമായിരുന്നു അടുത്ത ചിത്രം. മോഹൻലാൽ ഉർവശി ടീം ഒന്നിച്ച ഈ സിനിമ 93 മോഹൻലാലിൻ്റെ വലിയ പരാജയങ്ങളിലൊന്നായി. ഫാസിലിൻ്റെ മണിച്ചിത്രത്താഴായിരുന്നു 93 മോഹൻലാലിൻ്റെ അവസാനത്തെ റിലീസ്. ആ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റായി മാറിയ മണിച്ചിത്രത്താഴ് കിലുക്കത്തിൻ്റെ സർവകാല റെക്കോർഡ് മറികടന്ന് ഇൻഡസ്ട്രി ഹിറ്റായി മാറി. മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും മികച്ച ക്ലാസിക് ചിത്രങ്ങളിൽ ഒന്നായി മണിച്ചിത്രത്താഴ് മാറി. തിയേറ്ററിൽ ഏതാണ്ട് 1 വർഷത്തോളം നിറഞ്ഞു കളിച്ച സിനിമയായിരുന്നു മണിച്ചിത്രത്താഴ്. നാഗവല്ലിയായുള്ള സിനിമയിലെ പ്രകടനത്തിന് ശോഭനയ്ക്ക് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് ലഭിക്കുകയുണ്ടായി.